എന്താണ് നോക്കേണ്ട ഹെയറിൽ? നല്ല ഫ്രിസി ആണ്, ഡ്രൈ ആണ്. ഇപ്പൊ ഓയിലൊക്കെ അപ്ലൈ ചെയ്താലും കുറച്ചു നേരം കഴിയുമ്പോൾ അത് മുടി ഒന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. കല്യാണത്തിന്റെ ടൈമിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യല്ലോ സ്റ്റൈൽ, അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. മെയിനായിട്ട് പ്രശ്നം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രിസി ആണ്, ഭയങ്കര ഡ്രൈ ആണ്. സ്ട്രൈറ്റ് ലുക്കിലോട്ട് കൊടുക്കാമല്ലോ. നാച്ചുറൽ ലുക്ക് അങ്ങനെ നാച്ചുറൽ ലുക്ക് കിട്ടാൻ കുറച്ച് ഹെൽത്ത് ഉള്ള ഹെയറിൽ നമുക്ക് നാച്ചുറൽ ലുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഹെയറും നല്ല ഡാമേജ് ആണ്. ഈ കണ്ടീഷനിൽ നാച്ചുറൽ ലുക്ക് എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രൈനസ് പെട്ടെന്ന് വീണ്ടും തിരിച്ചു വരും. ഇത് ചെയ്തപ്പോ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഇത് ഫെയ്ഡ് ആവില്ലേ? അപ്പൊ ഈ ഹെയർ പൂർണ്ണമായിട്ട് തിരിച്ചു വരില്ല. അപ്പൊ എങ്ങനെയായിരിക്കും? നിങ്ങളിപ്പോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന ആ ടെക്സ്ചർ ആയിരിക്കും നാച്ചുറൽ ടെക്സ്ചർ ആയിരിക്കും. ഇപ്പം പോയി കഴിയുമ്പോൾ ബോട്ടോക്സിന്റെ എഫക്ട് പോയി കഴിയുമ്പോഴും നാച്ചുറൽ ടെക്സ്ചർ ആയിരിക്കും. പക്ഷെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടി വരുന്നത് സ്കാൽപ്പിൽ എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ ഇല്ലേ, ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് ചെയ്യണം. ഇതാണ് എന്റെ ബിഫോർ ലുക്ക്. മുന്നത്തെ മുടിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്നും പറ്റില്ല, ഹാൻഡിൽ ചെയ്യാനേ പറ്റില്ല. കെട്ടി വെച്ചാലും ഈ ഹെയർ കണ്ട് വീഡിയോ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയും, കണ്ടിട്ടില്ലേ വീഡിയോ മുന്നത്തെ മുടിയാണ്. രാവിലെ ഹെയർ കൊണ്ടുവന്ന കണ്ടീഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു ചെയ്ത് കഴിഞ്ഞപ്പോ? നല്ല എന്താ പറയാ, ലൈറ്റ് വെയിറ്റ് ആയി തല. നല്ല മാനേജബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് അതാണ്, മുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫേസ് കാണിക്കാത്തത്? അതെ, ഒരുപാട് ഭംഗി കൂടി പോയതാണ് ഫേസ് കാണിക്കാത്തത്. എന്തായാലും താങ്ക്സ് ഇത്രയും ആക്കി തന്നേന്. കൊണ്ടുവന്ന കണ്ടീഷൻ കറക്റ്റ് നല്ല ഓർമ്മ ഉണ്ട്.